രോഗങ്ങളെല്ലാം ശിഫയാകുവാൻ പാവങ്ങൾ ഞങ്ങൾക്ക് തുണയേകണേ. അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം, അത് ഒരാൾ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളുടെ മേൽ ഭരമേൽപ്പിച്ചാൽ അതോടുകൂടി അവൻ ഇസ്ലാമിന് പുറത്തു പോകും. ഉദാഹരണത്തിന്, ഒരാൾ മഴ പെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ജാറത്തിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്. മഴ പെയ്ത് ലഭിക്കുന്നതിന് വേണ്ടി അവൻ ആ കാര്യം ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ജാറത്തിലെ വലിയന്റെ മേലെയാണ് എങ്കിൽ അവൻ മുസ്ലിം അല്ല, കാഫിറാണ്, മുശ്രിക്കാണ്. അവനൊരു രോഗം ബാധിച്ചിട്ടുണ്ട്. ആ രോഗം മാറുന്നതിന് അവൻ ഭരമേൽപ്പിക്കുന്നത്, ആ രോഗം മാറുന്നതിന് അവൻ പ്രതീക്ഷയായി അവസാനത്തെ അവലംബമായി അത്താണിയായി കാണുന്നത് ഏതെങ്കിലും ഒരു ഷെയ്ഖിനെയാണ് എങ്കിൽ, ഏതെങ്കിലും മക്ബറയിൽ നിന്ന് കുടിക്കുന്ന വെള്ളത്തിനെയാണ് എങ്കിൽ അവൻ മുശ്രിക്കാൻ, മുസ്ലിം അല്ല, കാഫിറാണ്, മുർത്തദ്ദാണ്, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ് അവൻ ചെയ്തത്. രോഗം ബാധിച്ചാൽ അവൻ വിശ്വസിക്കുകയാണ്, ജാറത്തിലെ വെള്ളം കുടിച്ചതുകൊണ്ടാണ് അസുഖം മാറിയത്, അതെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഒരു മുസ്ലിമിന് വിശ്വാസം ഹൃദയത്തിൽ പറയാൻ കഴിയുക? എപ്പോഴാണ്, ഏത് രോഗം മാറിയപ്പോഴാണ്, ഏത് പ്രയാസം നീങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് ഇബ്രാഹിം നബിന്റെ ബർക്കത്തോട് കിട്ടിയതാണ്, ഇത് ഇസ്മായിൽ നബിയുടെ കറാമത്തോടുണ്ടായതാണ്, മുഅ്ജിസത്തോടുണ്ടായതാണ്? ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമ്മെ പഠിപ്പിച്ച ദീനിൽ അതില്ല.